ഹായ് വെൽക്കം ബാക്ക് ടു GB. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറഞ്ഞു അല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പണ്ട് മുതലേ ഉള്ളതാണ്. അതായത് അതിന്റെ മീനിങ് എന്താ? ഫണ്ടമെന്റൽ ഡ്യൂട്ടി പണ്ട് മുതലേ ഇല്ല. ഒറിജിനൽ ഡോക്യുമെന്റിനകത്ത് നമ്മുടെ 1950 ജാനുവരി 26 നമ്മുടെ നിലവിൽ വന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിങ്ങൾക്ക് ഏത് കാണാൻ പറ്റൂല? ആർട്ടിക്കിൾ 51A അല്ലെങ്കിൽ പാർട്ട് 4A. ആർട്ടിക്കിൾ 51A നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഓക്കെ, ഇപ്പൊ രണ്ടിടത്തും A ഉണ്ട്, ക്യാപിറ്റൽ A ആണ്. അതിന്റെ മീനിങ് എന്താണ്? അമെൻഡ്മെന്റിലൂടെ ആഡ് ചെയ്തതാണ് അല്ലേ. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്ന കാലം തൊട്ടേ ഉള്ളതാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി പിന്നീട് എന്ത് ചെയ്തതാണ്? അമെൻഡ്മെന്റ് നടത്തി ആഡ് ചെയ്ത ഒരു പ്രൊവിഷനാണ്. ഓക്കെ, ഇനി 1976 ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അമെൻഡ്മെന്റ് നടക്കുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് അല്ലെങ്കിൽ നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് 42nd അമെൻഡ്മെന്റിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അത് ആഡ് ചെയ്തിരിക്കുന്ന. ഇത് ആഡ് ചെയ്ത കമ്മിറ്റിയുടെ പേര് ചോദിക്കുക, അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ. ആഡ് ചെയ്ത കമ്മിറ്റിയില്ല, ആഡ് ചെയ്ത ആരാ? പാർലമെന്റാ. അമെൻഡ്മെന്റ് ആവുമ്പോൾ പാർലമെന്റ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇത് റെക്കമെൻഡ് ചെയ്തൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് സൊറൻ സിംഗ് കമ്മിറ്റി. ഇത് പ്രീവിയസ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 51A അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത്? ഏത് കമ്മിറ്റിയാണ്? പാർട്ട് 4A അല്ലെങ്കിൽ 51A അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റെക്കമെൻഡ് ചെയ്തത് സൊറൻ സിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ പാർട്ട് 4A എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ആർട്ടിക്കിൾ 51A സിംഗിൾ ആർട്ടിക്കിളേ ഉള്ളൂ. ആർട്ടിക്കിൾ 51A ആണ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി 42nd അമെൻഡ്മെന്റിലൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആര് പറഞ്ഞിട്ട്? സൊറൻ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇനി ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനിഷ്യലി ഉണ്ടായിരുന്നത് 10 എണ്ണവും. അതായത് എന്റെ 10 കൂടി പോയി. സൊറൻ സിംഗ് എന്ന് പറയുന്നത് റെക്കമെൻഡ് ചെയ്തിട്ട് സൊറൻ സിംഗ് റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ കറക്റ്റ് സൊറൻ സിംഗ് റെക്കമെൻഡ് ചെയ്തതിനെ തുടർന്ന് അല്ലെങ്കിൽ സൊറൻ സിംഗിന്റെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്ത 1976 42nd അമെൻഡ്മെന്റ്. ഈ അമെൻഡ്മെന്റ് നിലവിൽ വരുന്ന 1977 ഓക്കെ, 1977 ജനുവരിയിലാണ് ഈ അമെൻഡ്മെന്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആക്ച്വലി നിലവിൽ വരുന്നത്. അപ്പോൾ അമെൻഡ്മെന്റ് നടക്കുന്ന എപ്പോഴാണ്? 1976 42nd അമെൻഡ്മെന്റിൽ സൊറൻ സിംഗ് പറഞ്ഞിട്ട് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ആഡ് ചെയ്തത്. പക്ഷെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി കാണാൻ പറ്റും. സോ ടോട്ടൽ എത്ര ഉണ്ട്? 11 എണ്ണം ഉണ്ട്. അപ്പൊ ഈ ഒരെണ്ണം എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആയി കിടക്കുന്നത് 86th അമെൻഡ്മെന്റ് 2002 86th അമെൻഡ്മെന്റ് 21A ആർട്ടിക്കിൾ 21A കൊണ്ടുവന്ന 86th അമെൻഡ്മെന്റ് ആണ് എന്ത് ചെയ്തത്? 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത്. ഓക്കെ, സോ ഇനിഷ്യലി എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്? 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി 11ാമത്തെ എപ്പോഴും ആഡ് ചെയ്യുന്നതാ? 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലൂടെയാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ദെൻ എവിടെ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി വന്നത്? ഇതൊരു ബോറോഡ് ഫീച്ചർ ആണ്. USSRൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയാൻ ഐഡിയ എടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് US കോൺസ്റ്റിറ്റ്യൂഷൻ ഓർമ്മേണ്ടെന്ന് വിചാരിക്കുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് USSR അല്ലെങ്കിൽ ഒന്നുമില്ല, സോവിയറ്റ് യൂണിയൻ എന്ന് പറയും. റഷ്യ എന്ന് പറയാനൊന്നും പറ്റൂല. കാരണം എന്താ? റഷ്യ വരുന്ന 1991 റഷ്യയൊക്കെ വരുന്ന 91 ഇത് എപ്പോഴാണ്? 1976 ഈ അമെൻഡ്മെന്റ് കിടക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ USSR ആണെന്ന് പറയുന്നത്. USSR നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ബോറോ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്. USSR നിന്നാണ് എന്ത് ബോറോ ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ബോറോ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇന്റേണൽ എമർജൻസി നടക്കുന്ന സമയത്ത് സൊറൻ സിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി റെക്കമെൻഡ് ചെയ്ത. ഓക്കെ, എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ആരാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി? ഏതാണ്? സൊറൻ സിംഗ് കമ്മിറ്റിയാണ്. 1976 42nd അമെൻഡ്മെന്റിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആദ്യം 10 എണ്ണേ ഉള്ളൂ. 11ാമത്തത് വരുന്നത് എപ്പോഴാണ്? 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2002. 86th അമെൻഡ്മെന്റ് എപ്പോഴാണ്? 2002 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി 11. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ശരി, ഇനി നമുക്ക് അടുത്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്കകത്ത് നോക്കാനുള്ളതാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തന്നെയാണ്. ആർട്ടിക്കിൾ 51A 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്. സിംഗിൾ ഒറ്റ ആർട്ടിക്കിളാണ് ഈ 11 ഡ്യൂട്ടീസിനെ പറ്റി പറഞ്ഞത്. സോ വിചാരിച്ച് കളയരുത് 11 ആർട്ടിക്കിൾ ഉണ്ടെന്ന്. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനൊക്കെ ആണെങ്കിൽ പല ആർട്ടിക്കിളാണ്. പക്ഷെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്ക് ഒരു സിംഗിൾ ആർട്ടിക്കിളേ ഉള്ളൂ. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന സിംഗിൾ ആർട്ടിക്കിളിനകത്താണ്
11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ ഒന്നാമത്തതാണ് 51A ക്ലോസ് എ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ടു obey the constitution and respect the national flag and national anthem. എന്ത് ചെയ്യുക? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക? അനുസരിക്കുക. നമ്മുടെ നാഷണൽ ആന്തത്തിനെയും നാഷണൽ ഫ്ലാഗിനെയൊക്കെ എന്ത് ചെയ്യുക? റെസ്പെക്ട് ചെയ്യുക. ഓൺലി നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, നോ നാഷണൽ സോങ്. നമ്മുടെ ദേശീയ ഗീതം അല്ല, സോങ് എന്ന് പറയുമ്പോൾ ദേശീയ ഗീതം എന്ന് പറയുന്നത്, നാഷണൽ സോങ് എന്ന് പറയുന്നത് റെസ്പെക്ട് ചെയ്യണമെന്ന് 51A ക്ലോസ് എ പറയുന്നില്ല. എന്തൊക്കെയാണ്? നാഷണൽ ആന്തവും അതുപോലെ തന്നെ എന്തുവാണ്? നാഷണൽ ഫ്ലാഗിനെയും റെസ്പെക്ട് ചെയ്യാനാണ് ഇതിനകത്ത് പറയുന്നത്, 51A പറയുന്നത്. പിന്നെ ഇതിനെ കൂടി നമ്മൾ അനുസരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിക്കണം. രണ്ടാമത് നിങ്ങൾക്കറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു ഫ്രീ സ്ട്രഗിൾ ഉണ്ട് അല്ലേ, ഫ്രീഡം കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഫ്രീഡം സ്ട്രഗിളിന്റെ നോബിൾ ഐഡിയാസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നോബിൾ ഐഡിയൽസ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാനാണ് ഏത് പറയുന്നത്? ബി പറയുന്നത്. സോ 51A ക്ലോസ് ബി പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം ആയിട്ട് ബന്ധപ്പെട്ട, ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോബിൾ ഐഡിയൽസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഇതിനടുത്ത് സി പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി, പരമാധികാരം, യൂണിറ്റി, ഐക്യം, ഇന്റഗ്രിറ്റി, അഖണ്ഡത, ഇത് പ്രൊട്ടക്ട് ചെയ്യണം. എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം? രാജ്യത്തിന്റെ സോവറിനിറ്റി, അതുപോലെ തന്നെ യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നാണ് ആര് പറയുന്നത്? 51A പറയുന്നത്. സോ 51A ക്ലോസ് എ എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യുക? കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കുക, നാഷണൽ ആന്തത്തിനെയും നാഷണൽ ഫ്ലാഗിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുക. 51A ക്ലോസ് ബി എന്താ പറയുന്നത്? നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിലെ നോബിൾ ഐഡിയൽസ് ഫോളോ ചെയ്യുക. സി എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തെ സോവറിനിറ്റി, അതുപോലെ തന്നെ യൂണിറ്റി, ഇന്റഗ്രിറ്റി ഒക്കെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. അടുത്ത ഈ ടു റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. നമ്മുടെ രാജ്യം എപ്പോഴെങ്കിലും നമ്മുടെ ആവശ്യമുണ്ട്, നമ്മുടെ നാഷണൽ സർവീസിലേക്ക് നമ്മുടെ സഹായം വേണം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? രാജ്യത്തിന് നമ്മൾ നമ്മുടെ സർവീസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു വലിയ ഗ്ലോബൽ വാറൊക്കെ ഉണ്ട്, ഇന്ത്യക്ക് ആർമി പേഴ്സണൽസിന്റെ കുറവുണ്ട്, നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ സർവീസ് കൊടുക്കുക എന്നാണ് ഇതിനകത്ത് പറയുന്നത്, ഇയിൽ പറയുന്നത്. ഓക്കെ, അടുത്ത് എഫ്. To promote common spirit of brotherhood amongst the Indians, to renounce practice derogatory to the dignity of women. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക? സാഹോദര്യം കൊണ്ടുവരിക. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടോ മോശമായിട്ടോ ഒക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുക? തള്ളിക്കളയുക. അതാണ് ഇതിനകത്ത് പറയുന്നത്, എഫിനകത്ത് പറയുന്നത്. സോ 51A എന്ന് പറയുന്നത് സിംഗിൾ ആർട്ടിക്കിളാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുകൾ അതിലുള്ള ആദ്യത്തെ കുറച്ച് ആർട്ടിക്കിളാണ് പറഞ്ഞത്. അതിനകത്ത് കുറച്ച് ആർട്ടിക്കിൾ അല്ല, കുറച്ച് പ്രൊവിഷനാണ് പറഞ്ഞത്. സോ 51A എ പറയുന്നത് എന്താണ്? നമ്മുടെ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ആന്തത്തിനെ റെസ്പെക്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കുക. ബി എന്താ പറയുന്നത്? നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിന്റെ നോബൽ കോസസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഐഡിയൽസിനൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, ദെൻ സി എന്താ പറയുന്നത്? രാജ്യത്തിന്റെ സോവറിനിറ്റി, യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ ഡി എന്താ? സി കഴിഞ്ഞ് ഡി. ഓക്കെ, സി കഴിഞ്ഞിടത്ത് ഡി ആണ്. ഞാൻ രണ്ടും തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എ ആണ്, എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ ആണ്. ഓക്കെ, സോ സി കഴിഞ്ഞിടത്ത് ഈ ഡി എന്താ പറഞ്ഞത്? സി കഴിഞ്ഞ് ഡി പറയുന്നത് നമ്മുടെ നാഷണൽ സർവീസ് എപ്പോഴെങ്കിലും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ രാജ്യത്തിന് നമ്മൾ നമ്മുടെ സർവീസ് കൊടുക്കുക. ദെൻ ഡി കഴിഞ്ഞടുത്ത് ഇ ആണ്. ഇ എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? റിനൗൺസ് ചെയ്യുക, അതിനെ തള്ളിക്കളയുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഇന്ത്യക്കാർക്കിടയിലേക്ക് എന്ത് കൊണ്ടുവരിക? സാഹോദര്യം കൊണ്ടുവരിക. ഓക്കെ, സോ അതുവരെയാണ് ഈ പറയുന്നത്. ദെൻ അടുത്തത് എഫ്. എന്താ എഫ് പറയുന്നത്? രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ കൾച്ചർ, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ കൾച്ചർ, അതിനെന്ത് ചെയ്യുക? പ്രിസർവ് ചെയ്യാനാണ് ഇതിനകത്ത് പറയുന്നത്, എഫിനകത്ത് പറയുന്നത്. എന്ത് ചെയ്യുക? ഈ രാജ്യത്തിന്റെ റിച്ച് ഹെറിറ്റേജും അതുപോലെ തന്നെ കൾച്ചറും ഒക്കെ പ്രിസർവ് ചെയ്യാൻ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ എഫ് എന്ന് പറയുന്നത്. 51A എഫ് എന്ന് പറയുന്നത്. ദെൻ ജി. എന്താ ജി പറയുന്നത്? നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രകൃതി സംരക്ഷിക്കുക, നമ്മുടെ ഫോറസ്റ്റ്, ലേക്ക്, വൈൽഡ് ലൈഫ്, ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ജി ആണ്. ദെൻ എച്ച് എന്താ പറയുന്നത്? സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കിയെടുക്കുക, സ്പിരിറ്റ് ഓഫ് റിഫോം ഉണ്ടാക്കിയെടുക്കുക, സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി, എന്തിനേയും ചോദ്യം ചെയ്യുക, ശാസ്ത്രീയമായ കാര്യങ്ങളെ എന്ത് ചെയ്യുക? ചിന്തിക്കുക, ശാസ്ത്രീയമായിട്ടുള്ള രീതികളിൽ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, ശാസ്ത്രീയമായ മെത്തേഡുകളെയൊക്കെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനൊക്കെയാണ് ഏത് പറയുന്നത്? എച്ച് പറയുന്നത്.
ദെൻ പബ്ലിക് പ്രോപ്പർട്ടികളെ സേഫ് ഗാർഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അബ്സർവ് ഫ്രം വയലൻസ് എന്ന് വെച്ചാൽ എന്താ, വയലൻസിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ സമരം എന്നൊക്കെ പറഞ്ഞ് പബ്ലിക് പ്രോപ്പർട്ടിയിലെ കല്ലൊക്കെ എടുത്തെറിയുമല്ലോ, അതെല്ലാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെതിരാണ്. അങ്ങനെ ചെയ്യരുത്. പബ്ലിക് പ്രോപ്പർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഓരോ സിറ്റിസന്റെയും എന്താണ് ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ വയലൻസിനെ നമ്മൾ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യുക, വയലൻസിനെ റിനൗൺസ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ അടുത്തതാ, ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിന്റെയും അവരുടെ വളർച്ചയ്ക്കായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു വ്യക്തിയുടെ എല്ലാ രീതിയിലുമുള്ള പുരോഗതിക്ക് അയാൾ എന്ത് ചെയ്യുക, സഹായിക്കുക. ദെൻ ലാസ്റ്റ് ഇത് 11ാമത്താണ് അല്ലെ. ഇത് എപ്പോഴാണ് വന്നത്, 86th അമെൻഡ്മെന്റിലാണ് വന്നത്. അപ്പൊ എന്തായിരിക്കും, 21A സിമിലാരിറ്റി ഉള്ളതായിരിക്കൂലേ. 21A എന്താ പറഞ്ഞത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെ. അതാണ് 21A ഫണ്ടമെന്റൽ റൈറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതുവരെ മാത്രം ജെ വരെ മാത്രമേ ഇവിടെ ഉള്ളൂ. 1976 വന്ന 42nd അമെൻഡ്മെന്റ് പറയുന്നുള്ളൂ. ഇത് പറയുന്ന 86th അമെൻഡ്മെന്റ് ആണ്. 86th അമെൻഡ്മെന്റ് പറയുന്നപ്പോൾ എന്തായിരിക്കും, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, പാരന്റ്സിന്റെയും ഗാർഡിയന്റെയും ഉത്തരവാദിത്തമാണ്. സോ 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിൽ ആദ്യം 10 എണ്ണമാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ലാസ്റ്റ് 11ാമത്തത്, അത് 51A കെ എന്ന് പറയുന്നത് എപ്പോഴാണ് വന്നത്, 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലൂടെയാണ് വന്നത്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2002 സോ ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്. സിംഗിൾ ആർട്ടിക്കിൾ ആണ്. ഇതെല്ലാം ഏതിന്റെ കീഴിലുള്ളതാണ്, 51A എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ ആർട്ടിക്കിളിന് കീഴിലാണ് ഈ പറയുന്ന 11 പ്രൊവിഷൻസും ഉള്ളത്. ഓക്കെ അല്ലേ. സോ ഇത്രയുള്ളൂ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ വല്ല കുഴപ്പമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ കോടതി പറയുന്നുണ്ട്. ഇത് എന്തല്ല, നിങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഓക്കെ, സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, നിങ്ങളുടെ ഡ്യൂട്ടികൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ഡ്യൂട്ടിയെ ബേസ് ചെയ്ത് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസറും ചെയ്യുക. വെറുതെ അറിഞ്ഞാൽ മാത്രം പോരാ, എക്സാമിന് ആൻസർ ചെയ്യുക. സർവീസിംഗ് കമ്മിറ്റി എന്താണെന്ന് ഓർക്കുക. ഓക്കെ, സോ ഇത്രയുള്ള നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണും. താങ്ക് യു.